മദ്യപാനവും പെരുകുന്നു. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും അധികം ഈ സ്വഭാവങ്ങൾക്ക് ഉടമകളായ ഒരു ജനത്തെ നമ്മുടെ ഇടയിൽ കാണുവാൻ കഴിയും. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പേപ്പർ വായിച്ചപ്പോൾ ഒരു 14-കാരൻ കുട്ടി സ്വന്തം മാതാവിനെ കത്തി കൊണ്ട് കുത്തിയതായി നാം വായിച്ചു. കാരണം ഇത്രയേ ഉള്ളൂ, അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈൽ അമ്മ മേടിച്ചു വെച്ചു. ഇനി കുറേ സമയം നീ വിശ്രമിക്ക്, മൊബൈൽ കാണണ്ട എന്ന് പറഞ്ഞ് അവനിൽ നിന്ന് ആ മൊബൈൽ മേടിച്ചു വെച്ച ഒറ്റ കാരണത്താൽ 14 വയസ്സുള്ള ഒരു കൊച്ച് അവിടെ ഇരുന്ന കത്തിയെടുത്ത് അമ്മയെ മാരകമായി കുത്തി മുറിവേൽപ്പിച്ചു. അപ്പം മദ്യം, മയക്കുമരുന്ന്, അതോടൊപ്പം തന്നെ അഡിക്റ്റാണ് മൊബൈൽ. ഇവയെല്ലാം നമ്മുടെ യുവജനങ്ങളിലും സമൂഹത്തിലും വലിയ സ്വാധീനങ്ങൾ ചെലുത്തി. ജീവിതത്തിന്റെ ലക്ഷ്യബോധം ഇല്ലാതെ നാം അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വിദ്യാഭ്യാസമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്, സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം ഉള്ളപ്പോഴും മാനസികമായ ഒരു സംഘർഷത്തിലും ഒരതൃപ്തിയിലും ബഹുഭൂരിയും ജനം ആയിരിക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഞങ്ങൾ ഇന്ന് നിങ്ങളോട് അറിയിക്കാൻ കടന്നു വന്ന സന്ദേശം, ഞങ്ങൾ 40ഓളം ആളുകൾ 1600 വർഷം കൊണ്ട് എഴുതി തീർത്ത ഈ പുസ്തകം വിവിധ സാമൂഹ്യ തുറകളിൽ ജീവിച്ചിരുന്ന വിദ്യാസമ്പന്നര്, വിദ്യാഹീനര്, തൊഴിലാളികള്, രാജാക്കന്മാര്, സമൂഹത്തിന്റെ വിവിധ നിലകളിൽ ജീവിച്ചിരുന്നവർ ദൈവാത്മ പ്രേരിതരായി എഴുതപ്പെട്ട ഈ പുസ്തകത്തിന്റെ പ്രത്യേകത, ഇത് വായിക്കുന്നത് അനുഗ്രഹമാണ്, ഇത് കേൾക്കുന്നത് അനുഗ്രഹമാണ്, ഇത് വായിച്ച് കേൾപ്പിക്കുന്നത് അനുഗ്രഹമാണ്. ഇന്ന് 2000 വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യേശുവിന്റെ ജനനത്തോടനുബന്ധിച്ച് കടന്നു പോകുമ്പോഴും നമ്മുടെ ജീവിതത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഈ ദിവസം. കാരണം കർത്താവായ യേശുക്രിസ്തു നമുക്കായി യാഗമായി തീർന്നു. യേശു നമുക്ക് വേണ്ടി പാപപരിഹാരം വരുത്തിക്കൊണ്ട് ഇനി നമുക്ക് പാപങ്ങളെ ഉപേക്ഷിക്കേണ്ടതിന് നമ്മൾ മറ്റ് കർമ്മങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും വേണ്ട എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് വ്യക്തമായി വിളിച്ചു പറയുമ്പോൾ, പിന്നെ നാം പാപത്തിന് പരിഹാരമായി എന്ത് ചെയ്യണമെന്ന് തിരുവചനം പറയുന്നു. വിശ്വാസമാർഗം. എന്താണ് വിശ്വാസം? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പാപം കുടികൊള്ളുന്നുവെങ്കിൽ എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നതും എന്റെ പാപത്തിന് പരിഹാരാർത്ഥം യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും പാപമോചനമുള്ളവനായി തീരുകയാണ്. പാപമോചനം പ്രാപിച്ച ഒരു വ്യക്തിയെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് അവൻ നീതീകരണമുള്ള ഒരു മനുഷ്യനായി മാറുന്നു. മാനവ കുലത്തിന് പ്രയോജനമായി തീർന്നത് യേശു മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റതാണ്. ഈ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നാം വിശ്വസിക്കുകയും അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം സാധ്യമാക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയുന്നു, നമുക്ക് പാപമോചനത്തിനായി കർമാചാരങ്ങൾ വേണ്ട, തീർത്ഥാടനങ്ങൾ വേണ്ട, യാത്രകൾ ചെയ്യേണ്ട. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ, നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തോട് നമ്മുടെ ഹൃദയം കൈമാറി കർത്താവേ, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ, ആയിരിക്കുന്ന സ്ഥിതിയിൽ കർത്താവിനോട് പറയുന്നതാണ് മാനസാന്തരം. ആ മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിയെ ദൈവം സ്നേഹിക്കുന്നു. ഇന്ന് പകലിൽ ഈ മഹത്തരമായ സന്ദേശം ഈ സുവിശേഷം അറിയിക്കാനാണ് നിങ്ങളെ പോലെ സമസ്തരായ ഞങ്ങൾ, സാധാരണക്കാരായ ഞങ്ങൾ നിങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വന്നത്. നമ്മളും ഒരുമിച്ച് സ്നേഹിക്കുവാനും ആരാധിപ്പാനും ശ്രേഷ്ഠനായ ഒരു യേശുവിനെ ഒരിക്കൽ കൂടെ നിങ്ങളോട് പരിചയപ്പെടുത്തുവാനാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം ഇത്രയേ ഉള്ളൂ. ഏതൊരു മനുഷ്യനും ദൈവത്താൽ നീതീകരണമുള്ളവനായി തീരേണ്ടതിന് താനൊരു പാപിയാണെന്ന് സമ്മതിക്കുകയും ആ പാപത്തിന്റെ പരിഹാരം യേശു ക്രിസ്തുവിലൂടെ സാധ്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുക മാത്രം ചെയ്താൽ മതി.
വിശ്വാസം എന്നത് തിരുവചനം പറയുന്നു, ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്നാണ്. അതിന്റെ അർത്ഥം ദൈവത്തെ നാം ആദ്യം ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ ദൈവ സാന്നിധ്യവും ദൈവ അനുഭവവും ഞാനും നിങ്ങളും ഒരുപോലെ അനുഭവിക്കുന്നു. ഒരു കാലഘട്ടങ്ങളിൽ ഞങ്ങളും ഈ സത്യദൈവത്തെ അറിയാതെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഈ കർത്താവിനെ അറിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വഭാവങ്ങൾക്ക് മാറ്റം വന്നു, ജീവിതചര്യകൾക്ക് മാറ്റം വന്നു, ജീവിത അനുഭവങ്ങൾക്ക് മാറ്റം വന്നു. ഞങ്ങളുടെ ഉള്ളിൽ അറിയാത്തൊരു സന്തോഷം നൽകി, അറിയാത്തൊരു നന്മകൾ നൽകി. അതുകൊണ്ട് ഈ സന്ദേശം അറിയിക്കുന്നതിലും അത് പ്രചരിപ്പിക്കുന്നതിലും ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. അതിന് പ്രതിയാണ് ഇന്ന് പകൽക്കാലവും ഈ ദേശത്ത് ഞങ്ങൾ കടന്നു വന്നത്. പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നമുക്ക് ഈ ജീവിതത്തിൽ നിത്യമായ സമാധാനം അനുഭവിക്കുവാൻ മറ്റൊരു മാർഗവും നമുക്ക് അവശേഷിക്കുന്നില്ല. ലോകം നമുക്ക് സമാധാനം തരുമെന്ന് നാം പലരും ചിന്തിക്കുന്നുവെങ്കിലും ലോകം തരുന്ന സമാധാനം ശാശ്വതമല്ല എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അത് അനുഭവത്തിലൂടെയും പറയുന്നു. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം നിങ്ങളോട് അറിയിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. 14 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ഉള്ളിൽ ഇത്ര ക്രൂരമായ ചിന്താഗതി ഉണ്ടായതെങ്ങനെയാണ്? ആ കുഞ്ഞ് വാസ്തവത്തിൽ ദൈവഭയവും ദൈവസ്നേഹം എന്തെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, താൻ ചെയ്യുന്നത് പാപമാണെന്ന് ബോധ്യം വന്നുവെങ്കിൽ ആ പ്രവൃത്തിക്ക് തയ്യാറാകില്ല. അപ്പോൾ ഓർക്കുക, നമ്മുടെ തലമുറയോടാണെങ്കിലും നമുക്കാണെങ്കിലും പകരപ്പെടുവാനുള്ളത് ദൈവസ്നേഹത്തിന്റെ ആഴമാണ്. നമ്മുടെ തലമുറകളിൽ ആ ദൈവസ്നേഹം പകർന്നാൽ ഒരു നിത്യമായ സമാധാനം നമ്മുടെ കുടുംബങ്ങളിലും, ഒരു നിത്യമായ സന്തോഷം നാം അധിവസിക്കുന്ന സമൂഹത്തിലും ഉണ്ടാകുവാനിടയായിത്തീരും. കാലം ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം. നമുക്ക് ആർക്കും എപ്പോഴും എവിടെ വെച്ചും യേശുവിനെ സ്വീകരിക്കുവാനുള്ള സമയമുണ്ട്. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ, ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഹൃദയം കൊണ്ട് സ്നേഹവാനായ ദൈവമേ, എന്റെ ഹൃദയത്തിലേക്ക് നീ വരണമേ, നിന്റെ ഒരു മകനായി മകളായി ജീവിക്കുവാൻ ഞാനും ആഗ്രഹിക്കുന്നു എന്ന് തീരുമാനമെടുക്കുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങൾ തയ്യാറാണ്. നമ്മുടെ എല്ലാം അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സഭയാണ്. നിങ്ങളുടെയും കൂടെ ഒരു പ്രാർത്ഥനാലയമാണ് ഇവിടെ ഏറ്റവും അടുത്തായി പ്രവർത്തിക്കുന്ന ന്യൂ ലൈഫ് ക്രിസ്ത്യൻ ചർച്ച്. നിങ്ങൾ വഴിയോരങ്ങളിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, എപ്പോഴും ഏത് സമയത്തും ആലയത്തിലേക്ക് കടന്നു വരുവാൻ അവകാശമുണ്ട്, അനുവാദമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ എപ്പോഴും ഉത്സാഹമുള്ളവരുമാണ്. അതുകൊണ്ട് ഞങ്ങളെ ശ്രമിക്കുന്ന ആർക്കെങ്കിലും സ്നേഹവാനായ യേശുവിനെ ആഗ്രഹമുണ്ടെങ്കിൽ, സേവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, തീരുമാനമെടുക്കാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഞങ്ങൾ തയ്യാറാണ്.